ശബരിമല സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്കും സന്നിധാനത്ത് ജോലിയുള്ള ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ആശ്വാസമേകി സന്നിധാനം സർക്കാർ ആശുപത്രി. ആശുപത്രിയിൽ ഇതുവരെ ചികിത്സ തേടിയത് 23,208 പേർ. പമ്പയിലും നിലയ്ക്കലിലും ചരൽമേടിലും ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹൃദ്രോഗത്തിനടക്കം സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന നിലയിൽ വിപുലമായ സൗകര്യങ്ങളോടെയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ദിവസം ശരാശരി 1000-ലധികം പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട്. ഒരേ സമയം 10 ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ ലഭിക്കുന്നത്. കാർഡിയോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, സർജൻ, പൾമനോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഓർത്തോ, അനസ്തേഷ്യ, ജനറൽ ഡോക്ടർമാരുടെ സേവനവുമുണ്ട്. 29 പാരാമെഡിക്കൽ ജീവനക്കാരാണ് ജോലിയിലുള്ളത്. 6 കിടക്കകളുള്ള തീവ്രപരിചരണ വിഭാഗവും 6 കിടക്കകളുള്ള നിരീക്ഷണ വാർഡുമുണ്ട്. ചെറിയ ശസ്ത്രക്രിയകൾ നടത്താനുള്ള തിയേറ്ററും സജ്ജമാണ്. നഴ്സിന്റെ സേവനം ലഭ്യമാക്കുന്ന ആംബുലൻസും ആശുപത്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ഹൃദയാഘാതമുണ്ടായാൽ ചികിത്സ നൽകുവാനുള്ള സൗകര്യവും പാമ്പ് കടിയേറ്റവർക്ക് നൽകാനുള്ള ആന്റിവെനവും ആശുപത്രിയിലുണ്ട്. ഗുരുതരമായ ഹൃദയാഘാതമുണ്ടായാൽ രോഗിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അടക്കം എത്തിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രിയുടെ സേവനത്തിന് 7 നഴ്സിംഗ് ഓഫീസർമാരും 5 നഴ്സിംഗ് അസിസ്റ്റന്റുമാരും 5 ഫാർമസിസ്റ്റുകളും 2 ലാബ് ടെക്നീഷ്യന്മാരും 7 ഹോസ്പിറ്റൽ അറ്റൻഡർമാരും ഫാർമസിസ്റ്റ് സ്റ്റോർ കീപ്പറുമുണ്ട്. ആരോഗ്യപരമായ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ആശുപത്രി സജ്ജമാണെന്നും 24 മണിക്കൂറും സേവനം ലഭ്യമാണെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് കെ സോമൻ പറഞ്ഞു. ആരോഗ്യവകുപ്പ് ഈ മകര സീസണോടനുബന്ധിച്ച് വിപുലമായ സൗകര്യങ്ങളാണ് തീർത്ഥാടകർക്കായി ചികിത്സാ സഹായത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഗവൺമെൻറ് ആശുപത്രി, സന്നിധാനത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അതുപോലെ തന്നെ ശരണപാതയിൽ താഴോട്ട് പോകുമ്പോൾ നീലിമലയിലും അപ്പാച്ചിമേടിലും ചരൽമേടിലും ആശുപത്രികളുണ്ട്. താഴെ പമ്പയിലും നിലയ്ക്കലും ഹോസ്പിറ്റലുകളുണ്ട്. ഇതിൽ നമ്മുടെ സന്നിധാനത്തും നീലിമല, അപ്പച്ചിമേട്, പമ്പ എന്നിവിടങ്ങളിൽ കാർഡിയോളജി അടക്കമുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. പനി, ശരീരവേദന, പേശികൾക്ക് വേദന എന്നീ അസുഖങ്ങൾക്ക് ചികിത്സ തേടിയാണ് കൂടുതൽ പേരും എത്തുന്നത്. നീലിമലയിലും അപ്പാച്ചിമേടിലും കാർഡിയോളജി വിഭാഗം ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്. 4 ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. പമ്പയിലും നിലയ്ക്കലിലും ചരൽമേടിലും ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. i4A ന്യൂസ്, പാല.